ഈ ഒരു പൊടിച്ചമ്മന്തിയുടെ രുചിയൊന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചമ്മന്തി ഇങ്ങനെ മാത്രമേ തയ്യാറാക്കൂ. അത്രയും രുചികരമായ ഒരു പൊടിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇത് ചെയ്യുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഇതിലേക്ക് 2 കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞുള്ളി നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മുഴുപ്പുണ്ട്. ഇത് ഇവിടുത്തെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കുഞ്ഞുള്ളിയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ നാട്ടിലെ കുഞ്ഞുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കാം. ഇനി എടുത്തിരുന്ന കുഞ്ഞുള്ളിനെ ഒന്ന് പൊടിയായി അരിഞ്ഞതിന് ശേഷം ഇതൊരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു മൺചട്ടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചൂട് ഉൾക്കൊള്ളാൻ പറ്റുന്ന മറ്റേതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഈ ഒരു ചമ്മന്തി പണ്ട് ഒരുമാതിരിപ്പെട്ട വീടുകളിൽ എല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ്. ഇനി ഇത് ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണെങ്കിലും തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി തന്നെ ഒന്ന് ഞരടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി ഇതിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചമ്മന്തിക്ക് നല്ല എരിവായിരിക്കും. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി തന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ചെറുതീയിലേക്ക് ഒരു പാൻ വച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ തന്നെ അതേ ചൂടിൽ നമുക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ ഇതിനെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പൊടിച്ചമ്മന്തി ഒരല്പം നീട്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് 1 സ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടിയൊക്കെ വിളമ്പാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരല്പം കട്ട തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഇന്നത്തെ ഒരു റെസിപ്പിക്ക് എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.